വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫ്ഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കാമുകയെയും അനുജനെയും കൊലപ്പെടുത്തിയതും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫ്ഫാന്റെ വീട്ടിലാണ് തെളിവെടുപ്പ്. വിനോദ് ചേരുന്നു. വിനോദ്, അങ്ങേറ്റം വൈകാരിക സംഭവങ്ങൾ ഉണ്ടായ ഒരു ഇടമാണ് ആ വീട്. പേരമലയിലെ ആ വീട്ടിലാണ് ഇത്ര ക്രൂരമായ നീക്കങ്ങൾ നടത്താൻ അഫ്ഫാൻ ഇടവെച്ചത്. പല ആലോചനകളും ആത്മഹത്യ അടക്കമുള്ള അഫ്ഫാന്റെ മൊഴിപ്രകാരം പല ആത്മഹത്യ പോലെയുള്ള ആലോചനകളൊക്കെ നടന്ന ഇടമാണ്. എന്തായിരുന്നു അവിടുത്തെ സാഹചര്യം? തെളിവെടുപ്പ് പൂർത്തിയായി? വീട്ടിൽ മാത്രമല്ല, ഇന്ന് ഏതാണ്ട് 5 ഇടങ്ങളിൽ ഇതിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ തുടരുകയാണ്. ഈ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലായിരുന്നു ആദ്യത്തെ തെളിവെടുപ്പ്. അതിനുശേഷം പലയിടങ്ങളിലായി ധനകാര്യ സ്ഥാപനം, ആയുധം വാങ്ങിയ കട, എലിവിഷം വാങ്ങിയ കട തുടങ്ങി വെഞ്ഞാറമൂടിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ പ്രതിയെ എത്തിക്കുകയാണ്. ഈ കൊലപാതക ദിവസമാണ്. നമ്മൾ ഈ ഒരു തെളിവെടുപ്പ് ദൃശ്യം കാണുമ്പോൾ തന്നെ ഇതിലൊരു വലിയ അമ്പരപ്പാണ്. കാരണം ഇത്രയധികം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു, ഇനി ബാറിൽ കയറി ഇതിനിടയിൽ മദ്യപിക്കുന്നു. പ്രതി എങ്ങനെയാണ് ഈ ഒരു ദിവസം പ്രതിയുടെ ഒരു മനോനിലയെ തന്നെ നമ്മൾ നോക്കുമ്പോൾ വലിയ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ 3 വീടുകളുള്ളത്. ഈ 3 വീടുകളിൽ 6 മണിക്കൂറിനിടെ 5 കൊലപാതകങ്ങൾ, ഒരാളെ ക്രൂരമായി കൊന്നടത്തുന്നു. അങ്ങനെ 6 പേരെ ആക്രമിച്ച പ്രതി ആ പകൽ മുഴുവൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയ അത്ഭുതം തോന്നുന്ന തരത്തിൽ തന്നെയാണ് ഈ പ്രതിയുടെ ഒരു സമീപനം നമ്മളിപ്പോൾ ഇത് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അമ്മയെ ആക്രമിക്കുന്നു, അതിനുശേഷം അച്ഛന്റെ അമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു, അച്ഛന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു, കാമുകിയെ കൊലപ്പെടുത്തുന്നു, അനുജനെ കൊലപ്പെടുത്തുന്നു. ഇതിനിടയിലാണ് ഇത്രയും അധികം സ്ഥലങ്ങളിൽ ഒരു സാധാരണ പ്രതി സഞ്ചരിച്ചെത്തിയത്. എലിവിഷം വാങ്ങുന്ന കട, സിഗരറ്റ് വാങ്ങുന്ന കട, മദ്യപിക്കാൻ കയറിയ സ്ഥലം, മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി പല സ്ഥലങ്ങളിൽ, ധനകാര്യ സ്ഥാപനം, ഇവിടങ്ങളിലൊക്കെ കൊലപാതകങ്ങൾ നടത്തുകയും സാധാരണ ഒരു വ്യക്തിയെ പോലെ ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തി മടങ്ങുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഒരു കൂസലുമില്ലാതെയാണ് ഈ പകൽ മുഴുവൻ കൃത്യം നടന്ന ദിവസത്തിൽ ഈ പകൽ മുഴുവൻ ഒരു സാധാരണ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇത്രയധികം സ്ഥാപനങ്ങളിലേക്ക് ഈ പ്രതി എത്തി എന്ന് പറയുമ്പോൾ ഈ 23-കാരന്റെ ഒരു സമീപനം അത് ഭയപ്പെടുത്തുന്നതും അമ്പരപ്പുണ്ടാക്കുന്നതും തന്നെയാണ് സജിത്ത്. അഫ്ഫാനുമായുള്ള തെളിവെടുപ്പാണ്. പ്രധാനപ്പെട്ട 5 ഇടങ്ങളിലാണ് തെളിവെടുപ്പ്. ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും നിർണായകമായ ദിവസമാണിത്. കാരണം പേരമലയിലെ വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പ്. ഇതിന് പുറമെ അഫ്ഫാന്റെ നീക്കങ്ങൾ നടന്ന മറ്റിടങ്ങളിൽ അഫ്ഫാനെ തിരിച്ചറിയുക, അഫ്ഫാന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച കേസന്വേഷണത്തിന്റെ ഭാഗമായുള്ള അവസാന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് കാര്യം. വിനോദ്, ഒരു കാര്യം കൂടി, ഈ തെളിവെടുപ്പ് കൂടി പൂർത്തിയാവുന്നതോടെ അഫ്ഫാനെ കസ്റ്റഡിയിലെടുത്തുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണോ? പ്രത്യേകിച്ച് കേസ് ഇതെങ്ങനെ സംഭവിച്ചു, അഫ്ഫാന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യം, ഇതൊക്കെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ, ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? സൈത്ത്, ഇത് 3ാം ഘട്ട തെളിവെടുപ്പാണ്. അതായത് 3 ഇടങ്ങളിൽ നടന്ന കുറ്റകൃത്യമാണ്. പല പാങ്ങോട് സ്റ്റേഷനും വെഞ്ഞാറമൂട് സ്റ്റേഷൻ, കിളിമാനൂർ സ്റ്റേഷൻ പരിധികളെല്ലാം ഉണ്ട്. 3ാമത് തവണയാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുന്നത്. അത് ഈ അമ്മയെ ആക്രമിച്ചു, കാമുകിയെ കൊലപ്പെടുത്തിയതും അനുജനെ കൊലപ്പെടുത്തിയതുമായ കേസ്. അത് പ്രത്യേകം ഒരു FIR ആണ്. ഈ അനുജനെ കൊലപ്പെടുത്തിയതും കാമുകിയെ കൊലപ്പെടുത്തിയതും അടക്കമുള്ള ആ സംഭവങ്ങൾ ഒരു FIR-ലാണ് വരുന്നത്. ആ FIR അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പാണ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകുകയും നെടുമങ്ങാട് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് പാങ്ങോട് പോലീസിന്റെ തന്നെ തെളിവെടുപ്പുണ്ടായിരുന്നു. അത് പിതാവിന്റെ ഉമ്മയെ കൊന്ന വീട്ടിലായിരുന്നു. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസിന്റെ തന്നെ മറ്റൊരു തെളിവെടുപ്പ്, അത് മറ്റൊരു FIR ആണ്. പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയത്, വലിയച്ഛനെയും വലിയമ്മയും കൊലപ്പെടുത്തിയ കേസാണ്. ആ FIR-ന്റെ അടിസ്ഥാനത്തിലുള്ള 2ാം ഘട്ട തെളിവെടുപ്പ്. 3ാം ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ പേരുമലയിലെ വീട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ പേരുമലയിലെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിരുന്നു. ആദ്യത്തെ തെളിവെടുപ്പിന്റെ ഭാഗമായി തന്നെ പാങ്ങോട് പോലീസ് കൊണ്ടുവന്നിരുന്നു. മറ്റൊരു സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ആ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത്. കാരണം ഈ കൃത്യം നടത്തി പ്രതി പോയ കാര്യങ്ങൾ ആ FIR-ന്റെ ഭാഗമായി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ പേരുമലയിലെ വീട്ടിൽ നേരത്തെ കൊണ്ടുവന്നത്. സാമ്പത്തിക കാര്യം തന്നെയാണ് ഇതിന് ഇടവരുത്തിയതെന്നത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. 70 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത. പിതാവ് ഇത് അറിഞ്ഞിരുന്നില്ല. ഇവിടെ ചിട്ടി നടത്തുകയും പലരിൽ നിന്നായി പണം വാങ്ങുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കൊലപാതകങ്ങൾക്കപ്പുറം
സാമ്പത്തിക കാര്യങ്ങളെ ഉൾപ്പെടുത്തി മറ്റൊരു എഫ്ഐആർ എടുക്കാൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അത് ഇവർക്കെതിരെയല്ല, ഇവർക്ക് മീറ്റർ പലിശയ്ക്ക് പണം കൊടുത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദം ഇവർക്ക് മേലുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെ ചില സ്വകാര്യ വ്യക്തികൾ അമിത പലിശയ്ക്ക് ഇവർക്ക് പണം നൽകുകയും അവർ വീട്ടിലേക്ക് എത്തുമെന്ന ഭീഷണികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കൃത്യങ്ങൾ നടക്കുന്ന, അതായത് അരിങ്കൊലകൾ നടക്കുന്ന ദിവസം തന്നെ 2 പേർ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. അവർ നേരത്തെ തന്നെ പണം വാങ്ങാൻ വരുമെന്ന് അറിയിച്ചിരുന്നു. അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പിതാവിന്റെ ഉമ്മയുടെ മാല തട്ടിയെടുക്കുകയും അവരെ കൊലപ്പെടുത്തി ആ സ്വർണം കൈക്കലാക്കുകയും ആദ്യം തന്നെ പരിചയമുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മുൻകൂറായി 70,000-ലധികം രൂപ വാങ്ങുകയും പിന്നീട് അതിന്റെ ഈടായി ഈ പണം കൈവശപ്പെടുത്തി 2 പേർക്കോ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ കൊലപാതകങ്ങൾ നടത്തുന്നു. അതായത് ഒരുപക്ഷെ അന്ന് വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, അത് സാധ്യമാകില്ല. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ 2 പേർക്ക് പണം അയച്ചു കൊടുത്തത്. അതായിരുന്നു സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ്. ഷെമിയുടെ മൊഴി, അത് കട്ടിലിൽ നിന്ന് വീണ് തനിക്ക് പരിക്കേറ്റു എന്നാണ് ഷെമി പറയുന്നത്. പോലീസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരാൾ കട്ടിലിൽ നിന്ന് വീണാൽ ഇത്തരത്തിൽ പരിക്കേൽക്കുന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ താൻ ആവർത്തിച്ച് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. പുത്രസ്നേഹം കൊണ്ട് ആ ഉമ്മ അങ്ങനെ പറയുന്നു എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും അത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കില്ല. കാരണം കുറ്റസമ്മത മൊഴിയുണ്ട്, മറ്റ് തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം തന്നെ ഉണ്ട്. സുജിത്ത്, എന്തായാലും നിർണായകമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പോലീസിന്റെ അവസാനഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്നു. തെളിവെടുപ്പ് അന്തിമഘട്ടത്തിലാണ്.